ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷമീന. ഇന്ന് നമുക്ക് കുസാറ്റിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂള്, അതേപോലെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മുതലായ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ 18-ാം തീയതി, അതായത് ഇന്നാണ് കമൻസ്മെൻറ്റ് ഓഫ് റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് ഫോർ MSc MFSc പ്രോഗ്രാംസ് ആൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ MCA ആൻഡ് MCA ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു തൊട്ട് മുമ്പ്. കാണാത്തവർ കാണുക, അപ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ MSc MFSc കോഴ്സുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനില്ല, റീ അറേഞ്ച് മാത്രമേ ഉള്ളൂ. MCA ലാറ്ററൽ എൻട്രിക്കാർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും കൂടി ചെയ്യാം. അത് 19-ാം തീയതി തേഴ്സ്ഡേ ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഒരു ദിവസമുള്ള സമയം ലാസ്റ്റ് ഡേറ്റ് ഫോർ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ MSc MFSc പ്രോഗ്രാംസ് ആൻഡ് MCA ആൻഡ് MCA ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസ് റെസ്പെക്റ്റീവ്ലി. ഇനി 20-ാം തീയതി ഫ്രൈഡേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് MA MSc MFSc MVOC MCA ആൻഡ് MCA ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസും ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ഫീ ക്യാൻ ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ അപ്ലോഡിങ് നെസസറി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഫീ പേ ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോഴത്തെയും പോലെ. ഇനി 23-ാം തീയതിയാണ് മൺഡേ ആണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി വെനസ്ഡേ ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് വരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 27-ാം തീയതി ഫ്രൈഡേ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂള്. ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇനി ഡീറ്റെയിൽസ് ഓഫ് അലോട്ട്മെൻറ്റ് ആർ റിസീവ്ഡ് ഇഫ് എനി ബൈ ആപ്ലിക്കൻറ്റ് ഇൻക്ലൂഡിംഗ് ദ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർഡ് ഫോർ അഡ്മിഷൻ ടു വേരിയസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം. 2020 അഡ്മിഷനാണ്. MA MSc MCA MCA ലാറ്ററൽ എൻട്രി MVOC MFSc പ്രോഗ്രാംസ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി വിൽ ബി മെയ്ഡ് അവൈലബിൾ ഇൻ ദ റെസ്പെക്റ്റീവ് ഹോം ഓർ ലോഗിൻ പേജ് ഓഫ് ആപ്ലിക്കൻസ് ആസ് പെർ ദ അബോവ് ഷെഡ്യൂൾ. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബേസ്ഡ് ഓൺ ദി ഡിഫോൾട്ട് റീ അറേഞ്ച്ഡ് ഓർ എക്സസൈസ് ഓപ്ഷൻസ്, ഇപ്പോൾ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാത്തവരാണെങ്കിൽ അവർ കാറ്റിൻ്റെ അഡ്മിഷൻ സമയത്ത് കൊടുത്ത അതേ ഓപ്ഷൻസിൻ്റെ ബേസിസിൽ അവരുടെ എലിജിബിലിറ്റിയും അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് ഒക്കെ അനുസരിച്ച് ആപ്ലിക്കൻറ്റ് വിൽ ബി അലോട്ടഡ് ടു ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഓപ്റ്റഡ് ബൈ ദം. ഇനി വൺസ് ദ ആപ്ലിക്കൻറ്റ് റിസീവ്സ് അലോട്ട്മെൻറ്റ് ഓൾ ലോവർ ഓപ്ഷൻ ഇഫ് എനി വിൽ ബി ക്യാൻസൽഡ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഒരു ഓപ്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും, ഹയർ ഓപ്ഷൻ മാത്രമേ നിൽക്കുള്ളൂ. ഇനി ഹവർ ഇഫ് ദ ആപ്ലിക്കൻ ഹാസ് എ ഹയർ ഓപ്ഷൻ ഇറ്റ് വിൽ ബി റിറ്റെയിൻ ഫോർ കൺസിഡറിങ് ദ സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ്. ബിടെക്കും മറ്റ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പോലൊക്കെ തന്നെയാണത്. ഇനി ആപ്ലിക്കൻ ഹു റിസീവ് അലോട്ട്മെൻറ്റ് ഷോൾ പേ ദ ആപ്ലിക്കബിൾ ഫീ ബൈ ദ വേ ഓഫ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പ്രോഗ്രാം അലോട്ടഡ് ടു ദം ചൂസൺ ബൈ ദം. ഇഫ് റിസീവ്സ് അലോട്ട്മെൻറ്റ് ഇൻ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഇറ്റ് ഇസ് MCA പല പ്രോഗ്രാംസിൽ കിട്ടുകയാണെന്ന് വിചാരിക്കും. ഓൺ ഓർ ബിഫോർ ദ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫീസ് ടു കൺഫേം ദ അലോട്ട്മെൻറ്റ് റിസീവ്ഡ്. അപ്പോൾ ഫെസിലിറ്റി ഫോർ ഫീ പേയ്മെൻറ്റ് വിൽ ബി ബിക്കം അവൈലബിൾ ഓൺലി ആഫ്റ്റർ അപ്ലോഡിങ് നെസസറി ഡോക്യുമെൻറ്റ്സ്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഫീ പേയ്മെൻറ്റ്. ആദ്യം ഫീ കാണിക്കില്ല, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിക്കൂ. പ്ലീസ് കോളേഴ്സ് ഓൺ ദ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്. ഈ 2 ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കാം. ഇനി അലോട്ട്മെൻറ്റ് ആൻഡ് ഓൾ ലോവർ ഓപ്ഷൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് പെയ്ഡ് ദ ഫീസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് വിൽ ബി ക്യാൻസൽ വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ. പ്രത്യേകിച്ച് എന്താ പറയുക, ഫീ ഒന്നും പേ ചെയ്യാത്തവർ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരെയും അലോട്ട്മെൻറ്റ് ക്യാൻസലായി. ഇപ്പോൾ ഇഫ് ദ കാൻഡിഡേറ്റ് ഹാസ് എനി ഹയർ ഓപ്ഷൻസ് ലെഫ്റ്റ് ഇറ്റ് വിൽ ബി റിറ്റെയിൻ ഫോർ കൺസിഡറിങ് ദി സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ് ഇഫ് എനി. പിന്നെ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് ആപ്ലിക്കൻസ് നീഡ് നോട്ട് കം ടു ദി യൂണിവേഴ്സിറ്റി. ഓൺലൈൻ അലോട്ട്മെൻ്റ് ആയിരിക്കും, നേരിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹവർ ദേ മസ്റ്റ് റിപ്പോർട്ട് ഓൺ ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ദാറ്റ് വിൽ ബി ഇൻറ്റിമേറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവരായിരിക്കും ചെയ്യുന്നത്, അവർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ മാത്രം നിങ്ങൾ നേരിട്ട് ചെന്നാൽ മതി. ഓൾസോ കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ദിയർ അലോട്ട്മെൻറ്റ് ഓർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇൻ ദ അഡ്മിഷൻ വെബ്സൈറ്റ് on a daily basis till the allotment process is completed. Allotment process complete ആവുന്ന വരെ ഡെയിലി ബേസിസ് നിന്ന് വേണം വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. If a candidate wishes to retain his or her admission in lower options, he or she must remove the higher options by himself or by logging to his respective home page using the user ID and password. എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ലോഗിൻ പേജിൽ കയറി ചെയ്യണം. അതർവൈസ് he or she may be allotted to the higher options in the subsequent allotment.
അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ വേറെ കോഴ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടും ഇഫ് എനി ആൻഡ് ഇഫ് വേക്കൻസീസ് ആർ അവൈലബിൾ ഇൻ ദ ഹയർ ഓപ്ഷൻസ്. ഇൻ സച്ച് കേസസ് ദ ലോവർ ഓപ്ഷൻ ഓൾറെഡി അലോട്ടഡ് വിൽ ബി ക്യാൻസൽ വിത്തൗട്ട് ഇൻറ്റിമേഷൻ. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ലോവർ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി മുമ്പത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയത് ക്യാൻസലായി പോകും. അപ്പോൾ അതൊക്കെ കാൻഡിഡേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റാണോ വെച്ചിരിക്കുന്നത് ചെക്ക് ചെയ്യേണ്ടത്. If candidates who have received an allotment and have paid the fees are allotted to higher options in the subsequent allotment, the fee already paid by them will be adjusted in the new options allotted. പുതിയതായിട്ട് നേരത്തെ ഓൾറെഡി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഫീ ഒന്നും കൊടുക്കണ്ട, ഫസ്റ്റിലെ ഫീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. Candidates need to pay additional fees such as PTA, Department Development Fund, recognition fee, matriculation fee, etc. directly at the department as per the instructions received from the concerned department later. അതൊക്കെ നിങ്ങൾ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചാൽ മതി. അഡ്മിഷൻ വിൽ ബി പ്രൊവിഷണൽ ആൻഡ് ഇസ് സബ്ജക്ട് ടു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽസ് ഓഫ് ഓൾ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സ്കൂൾ കൺസേൺ ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഓൺ ഓർ ബിഫോർ ദ സ്പെസിഫൈഡ് ഡേറ്റ് ദാറ്റ് വിൽ ബി പബ്ലിഷ് ലേറ്റർ. ഇപ്പോൾ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. പെർമനൻറ്റ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ശേഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾ പിന്നെ അറിയിക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയുന്നത്, റിസീവിംഗ് അലോട്ട്മെൻറ്റ് അപ്ലിക്കൻറ്റ് ഷോൾ ഇൻവേരിയബിളി അപ്ലോഡ് ഗുഡ് ക്വാളിറ്റി സ്കാൻ കോപ്പീസ് ഓഫ് ഒറിജിനൽസ് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഗുഡ് ക്വാളിറ്റി സ്കാൻ കോപ്പി വേണം. ഒന്ന് SSLC or 10th സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും, പിന്നെ സീനിയർ 12th സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫയിങ് ഡിഗ്രി എക്സാമിനേഷൻ, BSc BA ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ് വേണം. ഇനി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇഫ് ദ സെയിം ഈസ് നോട്ട് അവൈലബിൾ സച്ച് കാൻഡിഡേറ്റ് ഷോൾ സബ്മിറ്റ് എ സ്കാൻ കോപ്പി ഓഫ് എ ഡിക്ലറേഷൻ വിത്ത് സിഗ്നേച്ചർ അഫിക്സ്ഡ് സ്റ്റേറ്റിംഗ് ദാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റോ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. TC വേണം ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് അറ്റൻഡഡ്. ഇഫ് ദ കാൻഡിഡേറ്റ് ഹാസ് നോട്ട് റിസീവ് ദ TC സച്ച് കാൻഡിഡേറ്റ് ഷോൾ സബ്മിറ്റ് എ സ്കാൻ കോപ്പി ഓഫ് എ ഡിക്ലറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ TC കിട്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടൊരു ഡിക്ലറേഷൻ സ്കാൻ കോപ്പി സബ്മിറ്റ് ചെയ്യണം. ഇനി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് അറ്റൻഡഡും വേണം. അതും ഇത് പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ഈ പറഞ്ഞ പോലെ സബ്മിറ്റ് ചെയ്യണം. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് കമ്മ്യൂണൽ റിസർവേഷൻ കിട്ടാനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്നുണ്ട്. ഒന്ന് കേരള ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സ്കാൻ കോപ്പി ഓഫ് എ വാലിഡ് ആൻഡ് ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ. SC/ST കാൻഡിഡേറ്റ് മാത്രം തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ബാക്കി SC/BC കാൻഡിഡേറ്റ്സ് എല്ലാം വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. കമ്മ്യൂണിറ്റി കാറ്റഗറി ഇസ് ഒബ്സർവ്ഡ് ഈസ് ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദ നോൺ ക്രിമിനൽ. നോ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഈസ് റിക്വയർഡ്. സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ വേണ്ട. SC/BC കാൻഡിഡേറ്റ്സിന് അവരുടെ നോൺ ക്രിമിനലിൽ അവരുടെ കമ്മ്യൂണിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. ഇനി OBH candidates eligible for free concession as applicable to OEC should also upload a scanned copy of valid and original income certificate issued by competent authority to prove their eligibility. ഇനി AWS ആണെങ്കിൽ should upload a scanned copy of a valid and original certificate issued by competent authority for the purpose of claiming EWS. പിന്നെ അത് വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലും അവരത് അതിൻ്റെ അപ്ലോഡ് ചെയ്യണം. പിന്നെ കാരലേറ്റ് സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാനായിട്ട് സ്കാൻഡ് കോപ്പി ഓഫ് ഒറിജിനൽ ഓഫ് ഏതെങ്കിലും ഈ പറഞ്ഞ 6 സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, സർട്ടിഫിക്കറ്റ് ഓഫ് ബർത്തിൻ്റെ ആണ്, പിന്നെ അതേപോലെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഷോയിങ് സ്കൂൾ സ്റ്റഡീസ് ഇൻ കേരള, അല്ലെങ്കിൽ റെലവൻറ്റ് പേജ് ഓഫ് SSLC ഓഫ് കാൻഡിഡേറ്റ്സ് ഫാദർ ഓർ മദർ. അങ്ങനെ ഒരു 6 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് കാരലേറ്റ് സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാൻ വേണം. പിന്നെ നോട്ടായി പറഞ്ഞിരിക്കുന്നത് അപ്ലോഡഡ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് വിൽ ബി വെരിഫൈഡ് ബൈ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. നമ്മൾ പറഞ്ഞായിരുന്നു തന്നെ എനി ഡിസ്ക്രിപ്പൻസീസ് ഇൻ റിസർവേഷൻ ക്ലെയിം ആൻഡ് ഡോക്യുമെൻറ്റ് അപ്ലോഡഡ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദ ക്ലെയിം may lead to disqualification. അപ്പോൾ ഉള്ള ക്ലെയിം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതൊക്കെ വെക്കുക. ആ റിസർവേഷനൊക്കെ ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അത് പ്രശ്നമാവും. അറ്റ്മോസ്റ്റ് കെയർ മസ്റ്റ് ബി ഒബ്സർവ്ഡ് വൈൽ അപ്ലോഡിംഗ് ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്. സിമിലർലി failure to produce, upload or relevant documents to substantiate the communal reservation or special reservation will disqualify your claim for reservation admission.
നമ്മൾ പറഞ്ഞത് തന്നെ കാൻഡിഡേറ്റ് അലോൺ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ സച്ച് ഇൻസിഡൻസ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക, ഉള്ളത് മാത്രം വെക്കുക. ഇനി റിഗാർഡിംഗ് ദ കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സസ് പ്ലീസ് കോൺടാക്ട് ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫോൺ നമ്പേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ അവൈലബിൾ ഇൻ ദ പ്രോസ്പെക്ടസ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുക. പ്രോസ്പെക്ടസിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് പി ജിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പി ജി അഡ്മിഷൻ കാത്തിരിക്കുന്നവർക്കെല്ലാം ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഇനി കിട്ടണമെങ്കിൽ ബെൽ ബട്ടണും പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ.